മരത്തിൽ തലയടിച്ച് പിന്നെ പാറക്കെട്ടിൽ എവിടെയോ വീണാണ് എൻ്റെ നട്ടലിന് പരിക്ക് പറ്റിയ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആകുന്നത്. പോവുകയും സ്വന്തം പേര് പോലും ഒരു സമയത്ത് തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയുണ്ടായി. നമസ്കാരം, എൻ്റെ പേര് സനൽ. ഞാൻ താമസിക്കുന്ന നെടുമങ്ങാടാണ്. ഇരിഞ്ചയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എനിക്കൊരു അപകടം ഉണ്ടായി. അത് എൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടായ അപകടമാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഞാൻ നെഞ്ചിന് താഴോട്ട് പാരലായി. ഒരു നിമിഷത്തെ നമ്മുടെ വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു ജീവിതം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാൻ. അമിത വേഗതയിൽ ഞാൻ ഓടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ഒരു പൊടി വന്ന് വീഴുകയും ഞാൻ ബ്രേക്ക് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ഞാൻ വലിയൊരു കുഴിയിലേക്ക് ചെന്ന് വീണിട്ട് മരത്തിൽ തലയടിച്ച് പിന്നെ പാറക്കെട്ടിൽ എവിടെയോ വീണാണ് എൻ്റെ നട്ടലിന് പരിക്ക് പറ്റിയ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആകുന്നത്. അതിനുശേഷം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, കാരണം ഒരു ഡ്രൈവിങ്ങിലൂടെ ഇങ്ങനെ പാരലാവുന്നോ, സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടെന്നോ, ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴയതുപോലെ ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല എന്നൊന്നും ഒരിക്കലും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടെന്ന് ഞാൻ ഒരു ക്യാമറാമാനായിരുന്നു, പിന്നെ പ്രൊഡക്ഷൻ ഫീൽഡ് ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, എഴുത്ത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആക്സിഡന്റിന് ശേഷം എൻ്റെ ഓർമ്മ കംപ്ലീറ്റ് ആയിട്ട് പോവുകയും സ്വന്തം പേര് പോലും ഒരു സമയത്ത് തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയുണ്ടായി. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തന്നെ നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ നോക്കേണ്ടി വരും. ഒരു ആക്സിഡന്റ് കൊണ്ടോ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടോ ഒരാൾ അപകടം പറ്റിയിട്ട് അയാൾ മരണപ്പെട്ടില്ല. ഇതുപോലെ സ്പൈനൽ ഇഞ്ചുറി പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ ആളിന് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മൾ ചെയ്ത ഈ അപകടത്തിന്റെ എഫക്റ്റ് അവർക്ക് കൂടി ഫീൽ ആവും. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എല്ലാത്തിനും മറ്റൊരാളുടെ സഹായം വേണ്ടി വരും. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ റൂൾസുകളെല്ലാം പാലിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു.